ബജറ്റ് ഒരു ഡേ ഡ്രീം ബജറ്റ് എന്ന് ഞാൻ പറയും. ഒരു പകൽക്കിനാവാണത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പണം എവിടെ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്താൽ മതി. അല്ല, അതിലും പൊളിഞ്ഞു പോയല്ലോ. 20,000 കോടി കിട്ടാണ്ടെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. സുപ്രീം കോടതി പോയില്ലേ? സുപ്രീം കോടതി വലിച്ചേറി കൊടുത്തു. ഇപ്പൊ സുപ്രീം കോടതി നിങ്ങളുടെ അവിടെ സെറ്റിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനാണല്ലോ. 20,000 കോടി പോയി, 20,000 കോടി ഇല്ല ഇപ്പൊ. അല്ല, അതിനെപ്പറ്റി തർക്കം വേണ്ട. കേന്ദ്രം കൊടുത്താലും ഇവർ രക്ഷപ്പെടില്ല. കാരണം കേന്ദ്രം കൊടുത്തതൊന്നും ഫലപ്രദമായി നടപ്പാക്കാത്ത ഒരു ഗവൺമെന്റാണിത്. ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. 2004 മുതൽ 14 വരെ എത്ര കൊടുത്തോ അതിന്റെ 5 ഇരട്ടി കൊടുത്തിട്ടുണ്ട്, ടാക്സ് ഷെയറിലും അല്ലാത്തതിലും. ഇനി GST കോമ്പൻസേഷൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ വാങ്ങിയ സ്റ്റേറ്റ് കേരളമാണ്. ഇതെല്ലാം വസ്തുതയാണ്. പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കിട്ടിയത് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. ഇതെല്ലാം വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഒന്നും തന്നിട്ടില്ല. ഏതാണ്ട് 2 ലക്ഷം കോടി ഉറുപ്പിക കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന പണം തരാതിരുന്നതാണ് കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതുകൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ വലിയ രീതിയിൽ വീണ്ടും മാറുമായിരുന്നു. അതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചിത്രം. കേരളത്തിൽ ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത് പുതിയ വിഭവങ്ങൾ കണ്ടെത്തിയിട്ടും അതുപോലെ തന്നെ കുടിശ്ശികൾ കൃത്യമായിട്ട് പിടിച്ചെടുത്തും കൊണ്ടാണ്. അതിന് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, ഈ പ്രതികൂലമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ ശക്തമത്തായ രീതിയിലുള്ള ഒരു ഗവൺമെൻറ് കൃത്യമായിട്ട് മണി മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് റിസർവ് ബാങ്കിന് പറയേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CAGക്കും പറയേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു വസ്തുത എന്നുള്ളത് കേരളത്തിൻ്റെ ഓൺ ടാക്സ് റവന്യൂ എന്നുള്ളത് 40,000 കോടി രൂപ 2021 എന്നുള്ളത് നമ്മളിപ്പോൾ ഏകദേശം 87,000 കോടി രൂപ ആയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിയിലധികമായിട്ടുള്ളത്. അത് ഡേറ്റയാണ് കേട്ടോ. അല്ല, ഇതിലൊരു കാര്യം, ഇതിന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2 തവണ പാർലമെന്റിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. UDFന്റെ 19 MPമാരുണ്ടായിരുന്നു, LDFന്റെ 1 MPമാരുണ്ടായിരുന്നു. അവർ മുഴുവൻ സംഭവിച്ച കാര്യമാണ്. അത് വീണ്ടും ആവർത്തിക്കുക. ഞാനതിലേക്ക് വരാം.